നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. സംസ്ഥാനത്ത് കൊടും ചൂടാണ്. പാലക്കാട് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് 39 ഡിഗ്രി സെൽഷ്യസിലധികം ചൂടാണ് എന്നുള്ളതാണ്. എത്രമാത്രം ഭയാനകമായിട്ടുള്ള രീതിയിലാണ് സംസ്ഥാനത്ത് കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചതെന്ന് നമുക്ക് ഊഹിക്കാം. പാലക്കാട് മാത്രമല്ല, കോട്ടയം, കൊല്ലം ജില്ലകളിലൊക്കെ ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി ഇതിനിടയിലാണ് ഈ വൈദ്യുതി ഉപഭോഗം വല്ലാത്ത രീതിയിൽ പീക്കാവുന്നത്. അപ്പോൾ നമുക്ക് വൈദ്യുതി പ്രതിസന്ധി നിലവിൽ പ്രൊഡക്ഷൻ, അതിൻ്റെ ഉൽപ്പാദനം കൂട്ടിയിട്ടുണ്ട്, അതിൻ്റെ ശ്രമം നടക്കുന്നുണ്ട്. എന്താണെങ്കിലും വലിയ പ്രതിസന്ധി സംസ്ഥാനത്തുണ്ട്. വേനൽ മഴയെ കാത്തിരിക്കുകയാണ് നമ്മൾ മലയാളികൾ, കേരളം ആകമാനം. അതൊരു വലിയ കുളിരായി തന്നെ ഈ ദിവസങ്ങളിൽ പെയ്തിറങ്ങുമെന്നുള്ള ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു പ്രവചനമൊക്കെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാണെങ്കിലും നിലവിൽ നല്ല ചൂടാണ്. ആ ചൂടിൻ്റെ വാർത്തയിലേക്ക് നമുക്ക് ചൂടോടെ എത്താം. അതിന് മുമ്പ് തലക്കെട്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷത്തിനായില്ല. ഹോർമുസ് കടലിടുക്ക് അടച്ച് ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇറാൻ ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം. രാജ്യത്ത് ഊർജ പ്രതിസന്ധി ഇല്ല എന്ന് പ്രധാനമന്ത്രി. പ്രചരിക്കുന്ന ഊഹാപോഹങ്ങൾ തടയാൻ സംസ്ഥാനങ്ങളുടെ സഹായം തേടി. ഓൺലൈനിലെ വ്യാജ പ്രചാരണം തടയാൻ കർശന നിർദ്ദേശം. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഇല്ലാതാക്കണമെന്ന് നിർദ്ദേശം. ചുട്ടുപൊള്ളി കേരളം. പാലക്കാട് വ്യാഴാഴ്ച രേഖപ്പെടുത്തിയത് 39.8 ഡിഗ്രി സെൽഷ്യസ്. കൊടും ചൂടിനിടെ വൈദ്യുതി പ്രതിസന്ധിയും. റെക്കോർഡ് ഭേദിച്ച് പീക്ക് സമയത്തെ വൈദ്യുതി ഉപഭോഗം. വ്യാഴാഴ്ചത്തെ ഉപയോഗം 10,908 കോടി യൂണിറ്റ്. വിവിധയിടങ്ങളിൽ അപ്രഖ്യാപിത നിയന്ത്രണം. സംസ്ഥാനമെങ്ങും പ്രചാരണാവേശം. വോട്ടെടുപ്പിനായി ഇനി 12 ദിവസം മാത്രം. പ്രചാരണത്തിനായി മുഖ്യമന്ത്രി ഇന്ന് പാലക്കാട്. വി.ഡി. സതീഷിന്റെ റോഡ് ഷോ ഇന്ന് തലസ്ഥാനത്ത്. പ്രധാനമന്ത്രി നാളെ കേരളത്തിലേക്ക്. കണ്ണൂരിൽ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വാർത്താക്കുറിപ്പിറക്കിയ PRD ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന് ജില്ലാ കലക്ടർ. നടപടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ട് തേടിയതിന് പിന്നാലെ വാർത്താക്കുറിപ്പിറക്കിയത് അഴീക്കോട്ടെ LDF സ്ഥാനാർത്ഥി നൽകിയ പരാതി സംബന്ധിച്ച്. വയനാട്ടിൽ മുട്ടിക്കൊമ്പനെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം പുരോഗമിക്കുന്നു. ദൗത്യത്തിൽ പങ്കാളികളായി 5 കുങ്കിയാനകൾ. കാട്ടാന വനാതിർത്തിയിൽ തന്നെ. ദൗത്യത്തിന് നേതൃത്വം നൽകി ഡോക്ടർ അരുൺ സഖറിയുടെ സംഘം. $10 കോടിയുടെ ഭാഗ്യശാലിയെ ഇന്നറിയാം. സമ്മർ ബമ്പർ നറുക്കെടുപ്പ്. ഉച്ചയ്ക്ക് 2 മണിക്ക് വിറ്റുപോയത് 42 ലക്ഷത്തോളം ടിക്കറ്റുകൾ. ഇന്ത്യ ഹോങ്കോങ് ഫുട്ബോൾ മത്സരത്തിലെ അനിശ്ചിതത്വം ഒഴിഞ്ഞു. GCD ആവശ്യപ്പെട്ട തുക കേരള ഫുട്ബോൾ അസോസിയേഷൻ അടച്ചു. ഹോങ്കോങ് ടീം കൊച്ചിയിൽ. മത്സരം ചൊവ്വാഴ്ച. IPL 19ാം സീസണിന് ഇന്ന് തുടക്കം. രാത്രി 7:30 ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ പോരാട്ടം. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന് അയവില്ല. ഹോർമുസ് അടച്ചതായി ഔദ്യോഗികമായി ഇറാൻ പ്രഖ്യാപിച്ചു. ഇറാൻ ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. VV വിനോദ് വാർഡസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. വിനോദ്, ഈ അമേരിക്കയുടെ പ്രഖ്യാപനം അത് പാഴ്വാക്കാവുകയാണ് ഒരിക്കൽ കൂടി. ഇസ്രായേലാണ് ഇത്തവണ ആക്രമണം നടത്തിയെന്ന് പറയാം. പക്ഷേ അമേരിക്ക അവിടെ സഖ്യകക്ഷി അവിടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഇല്ല, ഉടൻ വെടിവെപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിൽ വെടിനിർത്തൽ കരാർ എന്നുള്ള മട്ടിൽ കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾ അനങ്ങില്ല എന്നൊക്കെ. പക്ഷെ അതിനിടയിലാണ് വലിയ തോതിൽ ഈ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടുള്ള ആക്രമണം വന്നത്. എങ്ങനെയാണ് ഇറാന്റെ അതിനോടുള്ള പ്രതികരണം? ഒപ്പം ഈ ഹോർമുസ് കടലിടുക്ക് ഔദ്യോഗികമായി അടച്ചു എന്നുള്ള ഇറാന്റെ പ്രഖ്യാപനമൊക്കെ വലിയ തോതിൽ രാജ്യാന്തര ശ്രദ്ധ പിടിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് മറ്റ് രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്? എൽദോ, അടുത്ത മാസം 6 വരെ താൽക്കാലിക വെടിനിർത്തൽ എന്നതായിരുന്നു അമേരിക്കയുടെ പ്രഖ്യാപനം. ട്രംപ് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു എന്ന് മാത്രമല്ല, ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്നതായിരുന്നു ഈ വെടിനിർത്തലിൻ്റെ ഭാഗമായി ട്രംപ് നടത്തിയ പ്രഖ്യാപനത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ഭാഗം. പക്ഷേ അത് തന്നെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്
കൊണ്ടാബ് അവരുടെ ഇറാനിലെ ആണവ കേന്ദ്രമാണ്, യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്ന ഇടമാണ്. അവിടെ ഈ സഖ്യസേനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മിസൈൽ ആക്രമണം നടന്നു. എന്നാൽ ആൾനാശമോ മറ്റ് കാര്യമായ നാശനഷ്ടങ്ങളോ ഇല്ല, അണുവികരണം ഇല്ല എന്ന കാര്യമാണ് ഇറാൻ പറയുന്നത്. പക്ഷേ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ വീണ്ടും പറയുന്നു. അത് ഒരുപക്ഷെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെ ആയിരിക്കില്ല, ഗൾഫ് രാജ്യങ്ങളിലുള്ള ആ പ്രദേശങ്ങളിൽ നിന്ന് മാറി ഇവരുടെ വ്യാപാര കേന്ദ്രങ്ങളെ ആക്രമിക്കും, ഇവരുടെ വാണിജ്യ അടിത്തറയെ ആക്രമിക്കും എന്ന നിലയ്ക്കുള്ള ഒരു പ്രഖ്യാപനമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പെസഷ്കിയാൻ ഇറാൻ പ്രസിഡന്റ്, അദ്ദേഹം ഈ തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ ക്രൂഡിൻ്റെ വില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹോർമുസ് അടച്ചതോടുകൂടി വീണ്ടും വലിയ വിലക്കയറ്റമാണ് സംഭവിക്കുന്നത്. $100 എന്ന നിലയിലേക്ക് ബാരലിൻ്റെ വില മാറുകയാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെ വളരെ ശ്രദ്ധാപൂർവം തന്നെയാണ് കാണുന്നത്. നേരത്തെ എക്സൈസ് തീരുവ ഇന്ത്യ കുറച്ചിരുന്നു. പെട്രോളിന് ഉണ്ടായിരുന്ന 13 എന്ന തുക 13 രൂപ എന്നത് അത് 10%, 13%ആയിരുന്നത് 3% നിലനിർത്തിക്കൊണ്ട് ബാക്കി ഒഴിവാക്കുകയും ഡീസലിൻ്റെ അത് പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തു. എന്നാൽ വിൽപ്പന വിലയിൽ ഇത് ബാധിക്കുന്ന രീതിയല്ല. നേരത്തെ തന്നെ വാങ്ങിയ വിലയ്ക്ക് ആളുകൾ വാങ്ങേണ്ടി വരും. പക്ഷേ രാജ്യത്തിന് ലഭിക്കേണ്ട നികുതിയിൽ വലിയ കുറവുണ്ടാകും. ഏതാണ്ട് 1.5 ലക്ഷം കോടിയോളം രൂപ ഇത്തരത്തിൽ ഇന്ത്യക്ക് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് കുറവ് വരും, വരുമാനത്തിൽ കുറവുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ ഹോർമുസിൽ ഈ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായതോടുകൂടി വീണ്ടും ആശങ്ക ഉടലെടുക്കുകയാണ്. ഓഹരി വിപണി ഇന്ത്യയിലെ മാത്രമല്ല US-ലെ ഓഹരി വിപണിയും തകർന്നടിയുന്നൊരു കാഴ്ചയാണുള്ളത്. അമേരിക്കയെ സംബന്ധിച്ചും വെല്ലുവിളിയുള്ള ഒരു സമയം തന്നെയാണ്. അമേരിക്കയിൽ വ്യത്യസ്ത അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. അവിടെ ഒരു ഇടക്കാല ഹിതപരിശോധനയ്ക്കുള്ള സമയമാണ്. ട്രംപ് ഭരണകൂടത്തിന് ജനങ്ങളുടെ പിന്തുണ തേടേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അമേരിക്കയും അക്ഷരാർത്ഥത്തിൽ കുടുക്കിൽപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അവിടുത്തെ ഉദ്യോഗസ്ഥലത്തിലുള്ള പല പ്രമുഖരും രാജിവെച്ച് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. JD വാൻസ് ഉൾപ്പെടെയുള്ളവർ വ്യത്യസ്ത നിലപാടുമായി നിൽക്കുന്നു. അവർ സമവായ ചർച്ചയുടെ സാധ്യതകളാണ് തേടുന്നത്. ട്രംപ് ആകട്ടെ ഇക്കാര്യത്തിൽ വീണ്ടും വെല്ലുവിളികൾ നടത്തുന്നു. താൽക്കാലിക വെടിനിർത്തലെന്ന് പറയുന്നു, ഇറാൻ തങ്ങളോട് അപേക്ഷിക്കുന്നു എന്ന് പറയുന്നു. ഹോർമുസിൻ്റെ പേര് തന്നെ ട്രംപ് കടലെടുക്കുക എന്ന് അദ്ദേഹം പറയുന്നു. ഒബാമയെയും ജോ ബൈഡനെയും ഉൾപ്പെടെയുള്ളവരെ ആക്ഷേപിച്ചുകൊണ്ട് അവരുടെ ഭരണകാലങ്ങളിൽ ഇറാന് വലിയ സാമ്പത്തിക സഹായം ചെയ്തു, ഇറാനെ ആണവശക്തിയാക്കാൻ ശ്രമിച്ചത് ഇവരാണെന്ന് ആക്ഷേപിക്കുന്നു. ട്രംപ് ഓരോ ദിവസവും പല നിലപാടുകൾ പറയുകയാണ്. വെടിനിർത്തലിൽ പോലും അതാണ് പ്രകടമായത്. കാരണം അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങൾ സംഭവിക്കുന്നത്. മാത്രമല്ല നമ്മൾ ഇവിടെ കാണേണ്ട മറ്റൊരു കാര്യം, റഷ്യ ഉക്രൈൻ സംഘർഷം നടക്കുന്നൊരു സമയമുണ്ട്. അതിപ്പോൾ കൂടുതൽ രൂക്ഷമാകുന്നൊരു സാഹചര്യം. ബാൾട്ടിക് തീരത്തേക്ക് റഷ്യയുടെ മേഖലയാണ്. അവിടെ ഇന്ധനവുമായി ബന്ധപ്പെട്ട് തീരങ്ങൾ, തുറമുഖങ്ങൾ പ്രവർത്തിക്കുന്ന ഇടമാണ്. അവിടേക്ക് ഉക്രൈൻ്റെ ആക്രമണം കൂടുതൽ ശക്തമാകുന്നു. അതൊരു മറ്റൊരു യുദ്ധമായി മാത്രം കാണാൻ കഴിയില്ല. കാരണം സൗദിയെ സഹായിക്കാൻ ഉക്രൈൻ രംഗത്തേക്ക് വരുന്നുവെന്നാണ് സെലൻസ്കി തന്നെ കഴിഞ്ഞ ദിവസം ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചു. കാരണം റഷ്യയുമായി അവർക്ക് യുദ്ധം ചെയ്ത് പരിചയമുണ്ട്. റഷ്യയുടെ ആയുധങ്ങളാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് തങ്ങൾക്കറിയാം. അതുകൊണ്ട് സൗദിക്ക് ആ സഹായം നൽകാൻ തങ്ങൾ തയ്യാറായി കഴിഞ്ഞു, ആ സഹായം നൽകി തുടങ്ങി എന്ന് പറയുന്നു. അതായത് നമ്മൾ പറഞ്ഞു വരുന്നത് എന്തോ ഒരുപക്ഷെ ഒരു ലോക യുദ്ധം എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ പോലും ചില പ്രതീതികൾ, ചില സൂചനകൾ, അങ്ങനെ രാജ്യങ്ങൾ ചേരിതിരിയുന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ചൈന സഖ്യരാജ്യമാണ് അല്ലെങ്കിൽ ചൈന സുഹൃത്ത് രാജ്യമാണെന്ന് പറഞ്ഞിരുന്ന ഇറാൻ ചൈനയുടെ 2 എണ്ണക്കപ്പലുകൾ തടഞ്ഞിട്ടിരിക്കുന്നു. ഇത് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഉത്തര കൊറിയയ്ക്കൊപ്പം റഷ്യയ്ക്കൊപ്പം ചൈന കൂടി ഇറാനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഇത്ര നാൾ എടുത്തിരുന്നത്. പക്ഷേ എന്തുകൊണ്ട് ചൈനയുടെ കപ്പൽ തടഞ്ഞു എന്ന ചോദ്യം അവശേഷിക്കപ്പെടുന്നു. മാത്രമല്ല നാറ്റോയ്ക്കെതിരെ ഇപ്പോൾ ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നു. നാറ്റോയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സഹായം അവസാനിപ്പിക്കുമെന്നാണ്. 32 അംഗരാജ്യങ്ങളാണ് അതിലുള്ളത്. അതിൽ പല യൂറോപ്യൻ രാജ്യങ്ങളും ഈ യുദ്ധത്തെ ചോദ്യം ചെയ്യുന്ന നിലയിലാണ്. പലരും പിന്മാറി നിൽക്കുന്നു. ഇറാനാകട്ടെ അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് നന്ദി പറയുന്ന നിലയിലേക്ക് മാറുകയും ചെയ്യുന്നു. അങ്ങനെ ആകെ ഒരു സംഘർഷാവസ്ഥ. അത് വെടിനിർത്തലിലേക്ക് പോകുമ്പോൾ ആദ്യം വിപണി ഒന്ന് ശക്തിപ്പെട്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും അക്രമങ്ങൾ തുടരുന്നതോടുകൂടി ഓഹരി വിപണിയും മറ്റ് ഈ എണ്ണവിലയും അടക്കമുള്ളവ ഒരു പിന്നെ നമ്മുടെ രാജ്യത്തിന്റെ സാഹചര്യം കൂടി ഒന്ന് വിശദീകരിക്കാം. അതായത് നമ്മൾ ഒരു പ്രതിസന്ധി ഇല്ല എന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ട്. പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും നമുക്ക് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ അതിനപ്പുറത്തേക്ക് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരൊക്കെ ഭയപ്പെടുന്ന ഈ LPG ക്ഷാമം ഉണ്ടാകും എന്നുള്ള ഭയം, ഇനി ഇതിനിടയിൽ ഈ ലോക്ക്ഡൗൺ വരുന്നു എന്നുള്ള അതൊക്കെ ഈ ആസ്ഥാനത്താണ്. അങ്ങനെ ഒരു കാര്യമേ ആലോചന ഇല്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്രം വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇപ്പോഴും ഈ ചർച്ചകൾ നടക്കുകയാണ്. ലോക്ക്ഡൗൺ വരുന്നു, LPG കിട്ടില്ല, പെട്രോൾ പമ്പുകളിൽ വലിയ ക്ഷാമം വരുമെന്നൊക്കെ. ഇത്തരത്തിലുള്ള ഈ പ്രചരണങ്ങൾക്കൊക്കെ ഏത് തരത്തിലാണ് കേന്ദ്രം അതിനെ നേരിടുന്നത്?
എൽദോ, കഴിഞ്ഞ ദിവസവും പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് അങ്ങനെ ഒരു പ്രതിസന്ധിയില്ല, എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഊർജ്ജ പ്രതിസന്ധി ഇപ്പോൾ രാജ്യം നേരിടുന്നില്ല എന്ന കാര്യമാണ്. മാത്രമല്ല ലോക്ക്ഡൗണിൻ്റെ കാര്യം നിർമ്മലാ സീതാരാമൻ തന്നെ നിഷേധിക്കുകയും ചെയ്തു. ജനങ്ങളെ പരിഭ്രാന്തരാക്കരുതെന്നൊരു കാര്യമാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. പക്ഷേ ഈ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് കുവൈറ്റിൽ മുബാറക് അൽ കബീർ, അതോടൊപ്പം തന്നെ ഷുവൈക്ക് തുറമുഖങ്ങൾ കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമിച്ചിരുന്നു. ഈ കുവൈറ്റിനെയും ഖത്തറിനെയും അതോടൊപ്പം തന്നെ ഒമാനെയും സൗദിയും ഒക്കെ ആക്രമിക്കുന്നത് അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ തുറന്നു കൊടുക്കുന്നു എന്നതിൻ്റെ പേരിലാണ്. ഈ തുറമുഖങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ ഇത്തരം രാജ്യങ്ങൾ അവരുടെ എണ്ണ ഉൽപ്പാദനം അവസാനിപ്പിക്കുകയാണ്, തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയാണ്. മാത്രമല്ല മുബാറക് അൽ കബീർ എന്ന തുറമുഖം, കുവൈറ്റിലെ തുറമുഖം ചൈനയുടെ സഹായത്തോടെ നിർമ്മിക്കുന്നതാണ്. ആ തുറമുഖത്തിന് നേരെയാണ് ആക്രമണം നടന്നത്. അതും ചൈനയുടെ കപ്പലുകളെ തടഞ്ഞിട്ടതും ചേർത്ത് വായിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തുകൊണ്ട് ഇറാൻ ചൈനയ്ക്ക് നേരെ തിരിയുന്നു എന്ന ഒരു ചോദ്യം കൂടി ഒരു വശത്ത് പ്രസക്തമാകുന്നു. പാകിസ്ഥാൻ്റെ ചില ഇടപെടലുകൾ കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടതാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് നേരെ പലപ്പോഴും ഭീകരപ്രവർത്തനങ്ങൾ നടത്തി പ്രതിച്ഛായ നഷ്ടമായി നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷേ പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ ചാടി വീഴുകയും ഇറാനുമായി ഏതാണ്ട് 1000 കിലോമീറ്ററോളം അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അമേരിക്കയുമായി പലപ്പോഴും അങ്ങനെ ഒരു സ്നേഹബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന രാജ്യമാണ്. അസം മുനീറുമായി നേരത്തെ ട്രംപ് ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു. പാകിസ്ഥാൻ ഇതിൽ ഇടനിലക്കാരനായി അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ ദൂതരായി പാകിസ്ഥാൻ വരുന്ന ഒരു സാഹചര്യം. പക്ഷേ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നൊരു മുന്നറിയിപ്പ് വന്നു. പാകിസ്ഥാൻ്റെ നയതന്ത്ര പ്രതിനിധികളെ തൊട്ടാൽ ഇസ്രായേലിന് നേരെ തിരിച്ചടി ഉണ്ടാകുമെന്നൊരു ഭീഷണിയാണ്. മാത്രമല്ല സൗദിയും പാകിസ്ഥാനുമായി നേരത്തെ ഒരു സൈനിക കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ ആണവ രാജ്യമാണ്, സൗദിക്ക് അങ്ങനെ ആണവശേഷിയില്ല, പക്ഷേ അവർക്ക് സമ്പത്തുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് സൗദിയും പാകിസ്ഥാനും ഒരു ധാരണയായത്. പക്ഷേ ഇറാനും സൗദിയും ഇപ്പോൾ നേർക്കുനേർ നിന്ന് അടിക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെയും പാകിസ്ഥാനെ സംബന്ധിച്ചൊരു പ്രതിസന്ധിയുണ്ട്. ഇറാനുമായി അതിർത്തി പങ്കിടുന്നു, അതേസമയം സൗദിയുമായി ഈ സൈനിക കരാറുണ്ട്. അവിടെ ഏത് ചേരിയിൽ നിൽക്കണം എന്നത് സംബന്ധിച്ചൊക്കെയുള്ള പ്രതിസന്ധി പാകിസ്ഥാൻ നേരിടുന്നുണ്ട്. പക്ഷേ അവർ ഈ സമയത്ത് നല്ല വെള്ളം ചമയാനുള്ള ഒരു ശ്രമം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന ഒരു കാര്യം കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. ഏതായിരുന്നാലും ഊർജ്ജ പ്രതിസന്ധിയില്ല എന്ന് പല രാജ്യങ്ങളും പറയുമ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇതിനകം ഇന്ധനത്തിന് വില കൂട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ നയാര സ്വകാര്യ കമ്പനിയാണ്, അവർ പെട്രോളിന് 5 രൂപ വരെ കൂട്ടുന്ന നിലയുണ്ടായിട്ടുണ്ട്. മറ്റ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഇതുവരെ വില കൂട്ടിയിട്ടില്ല. പക്ഷേ സാഹചര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. ഒരുപക്ഷെ ബാരലിന് വില $140 മുകളിലേക്കൊക്കെ പോയാൽ തീർച്ചയായും വിലക്കയറ്റം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. റൈറ്റ്, വിനോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. എന്നാലും യുദ്ധത്തിൻ്റെ സാഹചര്യം അത് പലതരത്തിൽ ആക്രമണം നടക്കുന്നു, ഇനി പലതരത്തിലുള്ള ആശങ്കകൾ അത് നിലനിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ നിലവിൽ രാജ്യത്ത് പ്രതിസന്ധിയില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. കേരളം ചൂടിൽ തിളച്ചുമറിയവേ പാലക്കാട് ഈ സീസണിൽ ഏറ്റവും കൂടിയ ചൂട് അത് വ്യാഴാഴ്ച രേഖപ്പെടുത്തി. 39.8 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത്. ഈ കൊടും ചൂടിനിടെ റെക്കോർഡ് വൈദ്യുതി ഉപഭോഗമാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്നത്. വ്യാഴാഴ്ച പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗം അത് 10,908 കോടി യൂണിറ്റാണ്. വിവിധയിടങ്ങളിൽ അപ്രഖ്യാപിതമായിട്ടുള്ള വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. സാരംഗ് സുധാകരൻ കൂടുതൽ വിവരങ്ങൾ നൽകും. സാരംഗ്, ഗുഡ് മോർണിംഗ്. വലിയ ചൂടാണ്. വലിയ ചൂടെന്ന് പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് പോലും ഉഷ്ണം അനുഭവപ്പെടുന്ന തരത്തിൽ ഹ്യൂമിഡിറ്റിയും ഉയർന്ന താപനിലയും ഒക്കെ രേഖപ്പെടുത്തുന്ന സാഹചര്യം. രാവിലെ തന്നെ ഏതാണ്ട് 28 ഡിഗ്രിയൊക്കെയാണ് രാവിലെ ഫോണിൽ നോക്കിയപ്പോൾ കണ്ടത്. എന്താണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്ന സാഹചര്യം? ഇനിയും ഈ ചൂട് എത്ര ദിവസം ഇങ്ങനെ തുടരും? ഒരു വേനൽ മഴയ്ക്കുള്ള സാധ്യതയൊക്കെ ഉണ്ടോ? എൽദോ, കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ചെറിയൊരു ആശ്വാസമായി ഒരു വേനൽ മഴയുടെ സാധ്യത കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ഗ്രീൻ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള വേനൽ മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചൂടിന് വരും ദിവസങ്ങളിൽ ചെറിയൊരു ആശ്വാസം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പല ജില്ലകളിലും 12 ജില്ലകളിൽ യെല്ലോ അലേർട്ടായിരുന്നു ഈ ചൂടുമായി ബന്ധപ്പെട്ട്. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 38 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂട് രേഖപ്പെടുത്തിയത്. അത് അനുഭവവേദ്യമാകുന്നത് അതിലധികമായിരിക്കും. 40-ന് മുകളിലേക്കായിരിക്കും ജനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് നമുക്ക് അനുഭവപ്പെടുന്ന ചൂട് എന്ന് പറയുമ്പോൾ ആ രേഖപ്പെടുത്തിയതിനേക്കാളും മുകളിലായിരിക്കും. മാത്രമല്ല തിരുവനന്തപുരം അടക്കമുള്ള ഈ ഒരു മലയോര മേഖലകൾ ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ ഈ ഒരു കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള കോഴിക്കോടും കാസർഗോഡും അടക്കമുള്ള ഈ ഒരു തീരദേശ പ്രദേശങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഹ്യൂമിഡിറ്റിയാണ്. ഈ ഒരു ഹ്യൂമിഡിറ്റിയും ഒപ്പം തന്നെ ചൂടും കൂടി ഒരുമിച്ച് വരുമ്പോൾ ജനങ്ങൾക്കത് വലിയ രീതിയിലുള്ള ഈ ഒരു ബുദ്ധിമുട്ട്, ശാരീരിക
ബുദ്ധിമുട്ട് വലിയ രീതിയിൽ ഉണ്ടാകും. നിർജ്ജലീകരണത്തിനടക്കം ഇത് കാരണമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെക്കുന്ന ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നാണ് ഈ ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ നിർജ്ജലീകരണവും സൂര്യാഘാതത്തിന് അടക്കമുള്ള വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള, അതായത് തൊഴിലുറപ്പ് പോലെയുള്ള പല ജോലികളിലും, ഒപ്പം ഇപ്പോൾ നമുക്കറിയാം ദേശീയപാതയുടെ അടക്കം ജോലികൾ പുരോഗമിക്കുന്ന സമയമാണ്, കൂടുതലും പ്രവർത്തികൾ നടക്കുന്ന സമയവുമാണ്. ആ സമയങ്ങളിൽ നേരിട്ട് വെയിലേൽക്കുന്നത് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത്തരത്തിലുള്ള സൂര്യാഘാതത്തിനടക്കം കാരണമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ഇതിന് പ്രതിവിധികൾ കണ്ടെത്തണമെന്നാണ് ഈ ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതായത് കൃത്യമായി ദാഹമില്ലെങ്കിൽ പോലും വെള്ളം കുടിക്കാനും, ഒപ്പം കുടയടക്കമുള്ള കാര്യങ്ങൾ കയ്യിൽ കരുതാനും അടക്കമുള്ള നിർദ്ദേശങ്ങളുണ്ട്. മാത്രമല്ല മറ്റ് നിർദ്ദേശങ്ങളും, അതായത് ഈ ഒരു കുട്ടികളെയും മറ്റും, അതായത് അംഗനവാടികളും സ്കൂളുകളും അടക്കമുള്ള സ്ഥലങ്ങളിലും വായുസഞ്ചാരമടക്കം ഉറപ്പാക്കാനുള്ള നിർദ്ദേശം കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്ത് തന്നെയായാലും ചൂട് ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വേനൽക്കാലം ആരംഭിച്ചിട്ടേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ കൂടുതൽ ചൂട് അനുഭവപ്പെടും. പക്ഷേ അതിന് കൂടുതൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ആശ്വാസമായെങ്കിലും വേനൽ മഴയുടെ സാധ്യതകൾ കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. റൈറ്റ്. എന്നാലും വേനൽ മഴ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാലും സംസ്ഥാനത്ത് ചൂട് അത് രൂക്ഷമാണ്, വലിയ ചൂട് അനുഭവപ്പെടുന്നു. അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ ഉണ്ടാകുമെന്ന് കരുതാം. ഇനി ഇതിനിടയിലാണ് ഈ വൈദ്യുതി പ്രതിസന്ധിയൊക്കെ വരുന്നത്. വൈദ്യുതി പ്രതിസന്ധി, നമ്മൾ വൈദ്യുതി ഉപയോഗം നോക്കി വേണം. ലൈറ്റ്, ഫാനൊക്കെ ഒഴിവാക്കാൻ പറയുക ക്രൂരമാണെന്നറിയാം. എങ്കിൽ പോലും ലൈറ്റൊക്കെ ഒന്ന് നോക്കിയൊക്കെ ഉപയോഗിക്കുക എന്നാണ് പറയുക. പരമാവധി നമ്മുടെ ഭാഗത്തു നിന്നും ഒരു ശ്രമം ഉണ്ടായാൽ അത് നല്ലതായിരിക്കും, നമുക്ക് വേണ്ടി തന്നെ. ഇനി നമ്മൾ കൊച്ചിയിലേക്ക് പോവുകയാണ്. കൊച്ചിയിൽ നടത്താനിരുന്ന ഇന്ത്യ ഹോങ്കോങ് ഫുട്ബോൾ മത്സരം സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം നീങ്ങി. GCDA ആവശ്യപ്പെട്ട തുക കേരള ഫുട്ബോൾ അസോസിയേഷൻ അടച്ചു. പണം അടയ്ക്കാത്തത് മൂലം ഇന്ത്യൻ ഫുട്ബോൾ ടീം പരിശീലകനെ കഴിഞ്ഞ ദിവസം സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഇന്ത്യൻ ടീം നിശ്ചയിച്ച വാർത്താ സമ്മേളനം അങ്ങനെ നടക്കാതെ പോവുകയും ചെയ്തിരുന്നു. ഈ മാസം 31-ാം തീയതി, അതായത് ചൊവ്വാഴ്ചയാണ് മത്സരം നടക്കേണ്ടത്. ഹോങ്കോങ് ടീം ഇന്നലെ തന്നെ കൊച്ചിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഡാനി പോൾ വിവരങ്ങൾ നൽകും. ഡാനി, ഗുഡ് മോർണിംഗ്. ഈ ഹോങ്കോങ് ടീം എത്തി, ഇന്ത്യൻ ടീമുണ്ട്. ഇന്ത്യൻ ടീം ആകെ സ്റ്റേഡിയത്തിലെത്താൻ ശ്രമിച്ചിട്ട് നടന്നില്ല, വാർത്താ സമ്മേളനം നടന്നില്ല. ഏതാണ്ട് നിരാശനായ ഇന്ത്യൻ കോച്ച് പോകുന്ന സാഹചര്യം, വലിയ വിമർശനം ഉയർന്നതാണ് GCDAയുടെ ആ നിലപാടിൽ. KFA അങ്ങനെ പണമടച്ചു. പക്ഷേ ഇത് നേരത്തെ ബ്ലാസ്റ്റേഴ്സിനെതിരെയും ഉണ്ടായിരുന്നു. ഇങ്ങനെ സ്ഥിരമായി സംഭവങ്ങൾ ആവർത്തിക്കുന്നതിനെ എങ്ങനെയാണ് അതൊരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്താൻ കഴിയുക? ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ നേരത്തെയും പലതവണ ചർച്ചകൾ നടത്തിയിട്ടുള്ളതാണ്. കൃത്യമായി എൽദോയ്ക്ക് ഇതിനൊരു നടപടി മറ്റു കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. ഇതിൽ ബ്ലാസ്റ്റേഴ്സ് ആദ്യമായി ഈ സ്റ്റേഡിയത്തിലെ വാടക സംബന്ധിയായ കരാറിൽ വലിയ അനിശ്ചിതത്വം നേരിട്ടു. തുടർന്ന് വന്നത് ദേശീയ ടീമാണ്, ഇന്ത്യൻ ടീമാണ് പിന്നീട് വന്ന ഈ കുരുക്കിലേക്ക് പെടുന്നതെന്നാണ് ദേശീയ ടീമിൻ്റെ കോച്ചും കളിക്കാരും അടക്കമുള്ളവരുടെ വാർത്താ സമ്മേളനത്തിനെത്തുമ്പോൾ അടച്ചിട്ട വാതിലായിരുന്നു അവർക്ക് മുന്നിലുണ്ടായിരുന്നത്. അകത്തേക്ക് പോകാൻ കഴിയില്ല. അവർക്ക് ഈ ഫീസ് സംബന്ധിയായ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ഇതൊന്നും അറിയില്ല. കാരണം സ്റ്റേഡിയത്തിലേക്ക് വരുന്നു, കളിക്കുന്നു, അവർ തിരിച്ചു പോകുന്നു എന്നതാണ്. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ അടച്ചിട്ട ഒരു സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. അവരോട് ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡുകളാണ് പറയുന്നത് സ്റ്റേഡിയത്തിൽ പ്രവേശനമില്ല എന്നതും ആ ഫീസ് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നതും. തുടർന്ന് അവർ തിരിച്ചു പോകുന്നു. വളരെ അപമാനിതരായിട്ട് അവർ തിരിച്ചു പോവുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. GCD ഇക്കാര്യത്തിൽ ഒറ്റ നിലപാടേ ഉള്ളൂ. ഈ പണം അടച്ചതിന് ശേഷം മതി കളി എന്ന രീതിയിൽ തന്നെയാണ് അവർ നിലപാടെടുക്കുന്നത്. ബ്ലാസ്റ്റേഴ്സും അതിൻ്റെ ഒരു കടുപ്പം അറിഞ്ഞതാണ്. ഇപ്പോൾ ദേശീയ ടീം തന്നെ അത് നേരിടേണ്ടി വരികയും ചെയ്തു. അങ്ങനെ ഇന്ത്യൻ ടീം ഇവിടെ എത്തുകയും പിന്നീട് അവർക്കിവിടെ പരിശീലനം നടത്താൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. അവർ ബ്ലാസ്റ്റേഴ്സ് പരിശീലനം നടത്തുന്ന തൃപ്പൂണിത്തുറയിലെ ഒരു മൈതാനത്തേക്ക് അവരുടെ ദേശീയ ടീമിൻ്റെ പരിശീലനം മാറുന്നു. അതിനിടയിൽ ഹോങ്കോങ് ടീം നിശ്ചയിച്ച പ്രകാരം ഇവിടേക്ക് എത്തുകയും ചെയ്തു. ഇതിനിടയിൽ ഈ സ്റ്റേഡിയത്തിൽ കളി നടക്കുമോ എന്ന കാര്യത്തിൽ വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നതായിരുന്നു. ഇന്നലെ ആ പണം അടച്ച് അത് ക്ലിയർ ചെയ്തതായിട്ട് KFA പ്രസിഡന്റ് തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രൗണ്ട് ഫീയും അതോടൊപ്പം തന്നെ ഒരു കരുതൽ ധനം എന്ന രീതിയിലുള്ള പണവും അടക്കേണ്ടതുണ്ട്. അതെല്ലാം തന്നെ അടച്ച് തീർത്തിരിക്കുന്നു. ഇനിയിപ്പോൾ മാർച്ച് 31-ന് ഇന്ത്യയും ഹോങ്കോങ്ങും തമ്മിലുള്ള മത്സരത്തിന് കൊച്ചി വേദിയാവുന്നുവെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഇതിലുള്ളൊരു വിഷയം എൽദോ ചോദിച്ചതുപോലെ ഈ വിഷയത്തിൽ എന്താണ്
ഇത്തരം ഒരു ചർച്ചകൾ എന്നാണ്. അതിൽ ഇതാ ഒരു കായിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് എത്ര കണ്ട് ഉതകുന്നു എന്നൊരു ചോദ്യം വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. സ്ഥലം MP ഹൈബി ഈഡൻ, അതോടൊപ്പം തന്നെ MLA TJ വിനോദ് തുടങ്ങിയവരെല്ലാം GCDയുടെ നടപടിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർത്തിയിരുന്നു. ഇത് കൃത്യമായൊരു നടപടിയല്ല, ദേശീയ ടീമിനെ അടക്കം അപമാനിക്കുന്ന രീതിയിലുള്ളൊരു പെരുമാറ്റമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ GCD ചെയർമാൻ്റെ അടക്കം പ്രതികരണം ഈ കാര്യത്തിൽ എന്താണ് നിലപാട്, ഒരു ദേശീയ ടീം മത്സരിക്കും, നമ്മുടെ തന്നെ ദേശീയ ടീം ഇവിടെ എത്തുമ്പോൾ ഈ വിഷയത്തിൽ ഇത്ര കടുംപിടുത്തവും കാര്യങ്ങളും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കർക്കശ നിലപാട് സ്വീകരിക്കുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരണം തേടാൻ ശ്രമിച്ചെങ്കിലും അതുണ്ടായില്ല. ഏതായാലും ഇപ്പോൾ അനിശ്ചിതത്വം നീങ്ങിയിരിക്കുന്നത് KFA മാച്ച് ഫീ അടക്കമുള്ള കാര്യങ്ങൾ അടച്ചുകൊണ്ടാണ് ഇപ്പോൾ അത് മാറിയിരിക്കുന്നത്. GCD ഒരു നിലപാട് ഗ്രൗണ്ട് മെയിൻ്റെനൻസും കാര്യങ്ങൾക്കെല്ലാം പണം ആവശ്യമാണ് എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഏതായാലും മാർച്ച് 31 മത്സരം നടക്കുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ എത്തിയിട്ടുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. എന്നാലും GCD എടുക്കുന്ന നിലപാട് പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഡാനി പോളാണ് ഇവരുമായി ചേർന്നത്. ഇനി നമ്മൾ EP ജയരാജനുമായി ഇപ്പോൾ മഞ്ജുഷ് ഗോപാൽ സംസാരിക്കുക, അതിലേക്ക് പോവുകയാണ് തത്സമയം. PDP ഇവരൊക്കെ BJP അകറ്റി നിർത്തുവാനായിട്ട് UDF-നോ LDF-നോ വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിൽ UDF-നാണ്, പക്ഷേ BJP അകറ്റി നിർത്താൻ ചില മണ്ഡലങ്ങളിൽ LDF-നും. SDPയും സ്വാഭാവികമായിട്ടും ഇതേ രീതിയിലുള്ള നിലപാടാണ്, കൂടുതലും LDF-ന് അനുകൂലമായിരിക്കും. അവർ 40 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നുള്ളൂ. പക്ഷേ ഇത് LDF-നും അത് ഈ മതനിരപേക്ഷത പ്രതിച്ഛായയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ? ഒരു വർഗീയതയ്ക്ക് പരിഹാരം മറ്റൊരു വർഗീയതയല്ല, മതനിരപേക്ഷതയാണ്. എല്ലാ ജനങ്ങളിലും സാഹോദര്യം വളർത്തിയെടുക്കാനാണ്, എല്ലാവരുടെയും ഐക്യം വളർത്തിയെടുക്കാനാണ്, എല്ലാ മനുഷ്യരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് ഇടതുപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നത്. മതവിശ്വാസികൾക്ക് അവർക്ക് സന്തോഷപൂർവ്വം പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും, ചർച്ചിൽ പോകാനും പ്രാർത്ഥിക്കാനും, അമ്പലങ്ങളിൽ പോകാനും ഒക്കെ സാധിക്കത്തക്ക നിലയിലുള്ള ഒരു സാഹചര്യം, സന്തോഷകരമായ ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കണം. അത് ഇടതുപക്ഷം ശക്തിപ്പെട്ടാലേ ഉണ്ടാകൂ. അതിന്ന് ന്യൂനപക്ഷങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുന്നുണ്ട്, എല്ലാ ജനവിഭാഗവും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ മതവിശ്വാസികളും ദൈവവിശ്വാസികളും കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങൾ അവർക്ക് തന്നെ ഇന്ന് ഈ കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തെ കേരളത്തിൻ്റെ ഭരണം ഉണ്ടാക്കി കൊടുത്ത നേട്ടങ്ങൾ അതെല്ലാം വിലയിരുത്തിക്കൊണ്ട് ജനങ്ങൾ ഇടതുപക്ഷം തന്നെ വീണ്ടും വരണം, എങ്കിലേ നാട് രക്ഷപ്പെടൂ, അല്ലെങ്കിൽ അപകടകരമാണ് എന്ന നിലയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ്. ആ ചിന്തയുടെ ഭാഗമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും കോൺഗ്രസിനകത്ത് ഇടതുപക്ഷം ശക്തിപ്പെട്ടാലേ രാജ്യത്തിൻ്റെ പുരോഗതി ഉണ്ടാകൂ, ഇടതുപക്ഷമാണ് ശക്തിപ്പെടേണ്ടത് എന്ന ചിന്താഗതിയുള്ള എത്രമാത്രം ആളുകളുണ്ട്. ആ ജനങ്ങളൊക്കെ ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറി വരികയാണ്. പക്ഷേ ഈ വർഗീയ പാർട്ടികളുടെ പിന്തുണ ആവശ്യമുണ്ടോ? SDPയെ പോലെയുള്ള വർഗീയ പാർട്ടികളുടെ നില അവരവരുടെ നില തീരുമാനിക്കട്ടെ. അവരുടെ നില തീരുമാനിക്കേണ്ട അവകാശമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഇടതുപക്ഷ മുന്നണിയുടെ നയങ്ങളും പരിപാടികളും രൂപപ്പെടുത്താനും ജനക്ഷേമകരമായ നിലയിൽ ആ പരിപാടികൾ വിജയിപ്പിക്കാനും അതിലെല്ലാവരെയും യോജിപ്പിച്ച് നിർത്തുക എന്ന സാഹോദര്യത്തിൽ ഊന്നിയെന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞ ഇഫ്താർ പാർട്ടി. കർണാടക കോൺഗ്രസല്ലേ ഭരിക്കുന്നത്, അവിടെ എവിടെയെങ്കിലും ഇഫ്താർ പാർട്ടി നടക്കുമോ? പോയാൽ ഇവരെ തിരിച്ചു പോകുമോ? UP നടക്കുമോ? മധ്യപ്രദേശിലുണ്ടാകുമോ? ആ നിലയിലേക്ക് നമ്മുടെ രാജ്യത്തെ മാറ്റി തീർക്കുകയാണ്. അതിനെതിരായിട്ട് ജനങ്ങളുടെ എല്ലാം സാഹോദര്യം സൃഷ്ടിച്ചെടുക്കാൻ വളരെ വളരെ നിർണായകമായ പങ്ക് വഹിച്ച് പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷം മാത്രമാണ്, വിശിഷ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. പക്ഷേ അവിടെ ഈ വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ കൊടുക്കുന്നതിനെ നിങ്ങൾ വിമർശിക്കുന്നുണ്ട്. LDF അതെന്തിനു വേണ്ടിയാണ് ആ വിമർശനം ഉന്നയിക്കുന്നത്? അതേസമയത്ത് തന്നെ LDF-നും പിന്തുണ നൽകുന്നുണ്ട് അവർ. ഞങ്ങളുടെ ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ കേരളം വളരെ വളരെ പിന്നിലായിരുന്നു, കേരളത്തിൻ്റെ സാമൂഹ്യ സ്ഥിതി വളരെ പിന്നോക്കമായിരുന്നു. ജാതി, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, പട്ടിണി പാവങ്ങൾ, കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾ, ഇങ്ങനെയുള്ളതായിരുന്നു കേരളം. ഈ കേരളത്തെ ഉഴുതുമറിച്ച് മാറ്റി തീർത്തതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ്. ഇവിടെ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ അവരുടെ കാലഘട്ടത്തിൽ തുടങ്ങിവെച്ച ആ പ്രവർത്തനങ്ങൾ പിന്നീട് കേരളത്തിൽ നടപ്പിലാക്കിയത്, ഉയർത്തിക്കൊണ്ടുവന്നത് ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവർ ഉഴുതുമറിച്ചിട്ട മണ്ണിലാണ് പിന്നീട് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം വളർന്നു വന്നത്.
ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ മനസ്സ്, കേരളത്തിൻ്റെ ചിന്ത ആ ഇടതുപക്ഷ ചിന്തകളിലേക്ക് കൊണ്ടുവന്നതാണ് ഇന്ന് കാണുന്ന സാഹോദര്യത്തിൻ്റെ അടിസ്ഥാനം. അല്ല, അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ, അത് തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളുണ്ടാകും, വലതുപക്ഷ ശക്തികളുണ്ടാകും. ആ വലതുപക്ഷ ശക്തികളെ എല്ലാ ജനവിഭാഗങ്ങളും ഒത്തുചേർന്ന് നാടിൻ്റെ നന്മയെ തുരങ്കം വയ്ക്കുന്നവരാരായാലും അവർക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കില്ല. ഇത് ആധുനിക കാലഘട്ടമാണ്. അത്തരം ചിന്താഗതികളെ ജനങ്ങൾ തന്നെ തള്ളിക്കളയും. പക്ഷേ അതേ സമയത്ത് തന്നെയാണ് ഈ ഡീൽ ആരോപണം പോലെയുള്ള കാര്യങ്ങൾ വരുന്നത്. ഇവിടെ ജയിക്കണം എന്ന് ഇടതുമുന്നണി ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള ആത്മവിശ്വാസത്തിന് കാരണം ഈ പറയുന്ന പോലെ BJPയുമായി ചില സീറ്റുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ധാരണയാണ് എന്നുള്ള കാര്യമാണ്. അതിനെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കുവാൻ കഴിയുന്നുണ്ടോ? പിന്നെന്താ സംശയം? എന്ത് ഡീല്? ആരോടാ പറയുന്നത് ഇവർ ഡീല്? കോൺഗ്രസ്സിന് ഈ ഞങ്ങളെക്കുറിച്ച് ആക്ഷേപിക്കാൻ എന്ത് ധാർമ്മിക അവകാശമുള്ളത്? ഒരു മാസത്തിനപ്പുറമല്ലേ ഹരിയാന രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്? എങ്ങനെയാണ് BJP ജയിച്ചു വന്നത്? കോൺഗ്രസ്സല്ലേ ജയിപ്പിച്ചത്? അങ്ങനെയല്ലേ അംഗസംഖ്യ കിട്ടിയത് ഹരിയാനയിൽ? ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ എങ്ങനെയാണ് BJP അധികാരത്തിൽ വന്നത്? ബീഹാർ ഇപ്പോൾ അടുത്ത കാലത്ത് BJP അധികാരത്തിൽ വന്നത് കോൺഗ്രസിൻ്റെ നിലപാടല്ലേ? നിങ്ങൾ ഒറ്റ ഉദാഹരണം എടുക്കൂ. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി, കേജ്രിവാളിൻ്റെ പാർട്ടി, അവിടെ നല്ല നിലയിൽ ജനസ്വാധീനം നേടി വന്ന പാർട്ടിയാണ്. ആ ഭരണം ശക്തമായ BJP വിരുദ്ധ നിലപാട് സ്വീകരിച്ചവരാണ്. വർഗീയതക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചവരാണ്. ആ കേജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയെ തകർക്കാനാണ് BJP ശ്രമിച്ചത്. അവരതിന് ചെയ്തത് ഇന്ത്യയുടെ നല്ല ലോകത്തിൻ്റെ ചരിത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും. ഇപ്പോൾ അമേരിക്ക വെനസ്വേലിയൻ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുപോയി തടങ്കലിൽ വെച്ചിട്ടുണ്ട് അവിടെ. ഏതാണ്ട് അതുപോലെയല്ലേ ഉണ്ടായത്? ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുവച്ചില്ലേ? ഏത് ജനാധിപത്യമാണത്? എന്ത് അടിസ്ഥാനമാണ്? എത്ര മാസമാണ് അദ്ദേഹം ജയിലിൽ കിടന്നത്? ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം ജയിലിൽ കിടന്നിട്ടല്ലേ ചെയ്തത്? അദ്ദേഹത്തെ മാത്രമാണോ? അദ്ദേഹത്തിൻ്റെ മറ്റൊരു സഹമന്ത്രി, ആരോഗ്യമന്ത്രിയെ അറസ്റ്റ് ജയിലിൽ വെച്ചു. ആ ഭരണം തകർത്ത് അധികാരം പിടിക്കാൻ BJP ചെയ്തു. അവിടുത്തെ കോൺഗ്രസ് പാർട്ടി ആരോടൊപ്പമായിരുന്നു? ആ BJPയോടൊപ്പം. ഈ അറസ്റ്റിനെയും കേജ്രിവാളിനും അതുപോലെ ആം ആദ്മി പാർട്ടിക്കുമെതിരെ BJP ഗവൺമെൻറ് സ്വീകരിച്ച എല്ലാ നടപടികളെയും പിന്തുണച്ച പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. പിന്നെ EP ജയരാജനുമായി ഇപ്പോൾ കാണുകയാണ് മഞ്ജുഷ് ഗോപാൽ. അതിൻ്റെ പൂർണ്ണസംപ്രേഷണം നമുക്ക് പിന്നീട് നൽകുകയും ചെയ്യാം. എന്നാണെങ്കിലും നമ്മൾ കൂടുതൽ വാർത്തകളിലേക്ക്, തെരഞ്ഞെടുപ്പ് രംഗത്തെ വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധിയെഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം കാണുക. ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെട്ട പാലക്കാട്ടെ കോൺഗ്രസ് നേതാവ് പ്രശോഭിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി DCC പ്രസിഡന്റ് A. തങ്കപ്പൻ അറിയിച്ചു. KPCC നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. എനിക്കറിയുന്നത് ഒന്നേ ഉള്ളൂ, ആ കുട്ടി ഇങ്ങനെ ചെയ്തു. നിങ്ങളുടെ മീഡിയയിലൂടെ എനിക്കറിയാൻ കഴിഞ്ഞത്
സത്യത്തിൽ അയാളെ ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഞാനൊരു ധാർമ്മിക ഒരു JCC അധ്യക്ഷൻ നിലയ്ക്ക് ഞാൻ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ അദ്ദേഹം പുറത്താക്കണം. എത്ര മുമ്പനാണെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴല്ലേ വെളിയിലാക്കേണ്ടത്, എല്ലാവരും വെളിയിലാക്കണം. ഒന്നുമില്ലാത്ത ഒരാളെ തനിക്ക് ഓരോ തെരഞ്ഞു പിടിച്ചിട്ട് വെളിയിലാക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങളിലൂടെ, ഞാൻ എപ്പോഴും പറയണം, മീഡിയയിലൂടെയാണ് ആരോപണം കേട്ടിട്ടുള്ളൂ. ആ മീഡിയയിലൂടെ കേട്ടത് ആ സ്പോട്ടിൽ പുറത്താക്കിയ പാർട്ടി കോൺഗ്രസ് ആണ്, അല്ലാതെ വേറൊരു പാർട്ടി ചെയ്യില്ല. മനസ്സിലായിട്ടോ? ഏത് പാർട്ടി ഞാൻ പറ്റില്ല, ഞാൻ എണ്ണി പറയാൻ എനിക്ക് ഈ സമയത്ത് ശരിയല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ പറയാൻ എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഞങ്ങൾ അതിനൊന്നും വയ്ക്കാതെ തന്നെ ആ സ്പോട്ടിൽ തന്നെ ഞങ്ങൾ ഒന്ന് എന്തിനു നിന്നു കേട്ടത് ഇന്നലെ രാത്രി തന്നെ എഴുതി അങ്ങോട്ട് കൊടുത്തു വെളിയിലാക്കാൻ. ഇത് ഏത് പാർട്ടി ചെയ്യും? പ്രക്ഷോഭനെ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണോ എന്നത് പാർട്ടി തീരുമാനിക്കുമെന്ന് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി. 5 വർഷത്തെ ഭരണത്തെയാകും ജനങ്ങൾ വിലയിരുത്തുകയെന്നും കൗൺസിലറുമായി ബന്ധപ്പെട്ട വിവാദം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് കരുതുന്നില്ല എന്നും പിഷാരടി പ്രതികരിച്ചു. നമ്മുടെ കൂടെ പ്രചരണമാർക്കും ഇവിടുത്തെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പല സന്ദർഭങ്ങളിൽ വന്നിട്ടുണ്ട്. അല്ലാതെ എനിക്ക് അങ്ങനെ വ്യക്തിപരമായി ഇവിടെ വന്ന ശേഷം ഒരാളെയും അങ്ങനെ കാര്യമായി പരിചയപ്പെട്ട് നിൽക്കാനുള്ള അവസരങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ ഈ ചിത്രങ്ങൾ കണ്ടപ്പോഴാണ് എൻ്റെ കൂടെ 2 ദിവസം ഉണ്ടായിരുന്നു, പ്രചരണത്തിനുണ്ടായിരുന്നു എന്ന് കണ്ടത്. വളരെ ഖേദകരമായ വാർത്തയാണ് കേട്ടിട്ടുള്ളത്. ചൂഷണം ചെയ്ത പെൺകുട്ടിക്ക് കൃത്യമായും നീതി ലഭിക്കുക തന്നെ ചെയ്യണം. അതിനുവേണ്ടിയുള്ള നിയമ നടപടികൾ പോലീസും സിസ്റ്റംസും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യണം. എന്താണോ നടപ്പിലാക്കേണ്ടത് ആ നീതി കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ പക്ഷം. നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇനി പോലീസ് തീരുമാനങ്ങളാകുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നേതൃത്വം തീരുമാനിച്ച് വേണ്ട നടപടികൾ എടുത്തോളും. കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലും അടുത്ത 5 വർഷത്തേക്കുള്ള ഭരണത്തിൻ്റെ ഒരു തിരഞ്ഞെടുക്കലുമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു അലിഗേഷൻ അത്ര കണ്ട് ജനങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ചിന്തിക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന് PRD ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി PRD വാർത്താക്കുറിപ്പിറക്കിയ സംഭവത്തിലാണ് നടപടി. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്നാണ് ജില്ലാ കളക്ടറുടെ പ്രാഥമിക കണ്ടെത്തൽ. കണ്ണൂർ അഴീക്കോട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KV സുമേഷ് നൽകിയ പരാതി സംബന്ധിച്ചായിരുന്നു വാർത്താക്കുറിപ്പ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇതിന് റിപ്പോർട്ട് തേടിയതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് റാലി നാളെ പാലക്കാടും റോഡ് ഷോ തൃശ്ശൂരിലും നടക്കും. കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്ററിൽ ഉച്ചയ്ക്ക് 2:30 പ്രധാനമന്ത്രി പാലക്കാടെത്തും. 2:45 സമ്മേളനം. 4:10 തൃശ്ശൂരിലെത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് റോഡ് ഷോയിലും പങ്കെടുക്കും. അടുത്ത ഘട്ടമായി ഏപ്രിൽ 4 പാലായിലും തിരുവനന്തപുരത്തും പ്രധാനമന്ത്രി പ്രചാരണത്തിനായി എത്തുന്നുണ്ട്. പാലാ, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, വൈക്കം മണ്ഡലങ്ങളുടെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് അദ്ദേഹം പാലായിൽ പങ്കെടുക്കുന്നത്. അന്ന് തന്നെ തിരുവനന്തപുരം നഗരത്തിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 31 തിരുവനന്തപുരം ജില്ലയിൽ വിവിധ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. TG സജിത്ത് അതിന് കൂടുതൽ വിവരം നൽകും. സജിത്ത്, ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി എത്തുകയാണ് തുടർച്ചയായി കേരളത്തിലേക്ക്. തെരഞ്ഞെടുപ്പ് സമയമാണ്, അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിംഗ് ഉണ്ട് NDAക്ക് എന്നുള്ളത് വ്യക്തമാണ്. ഇനി എങ്ങനെയൊക്കെയാണ് ഈ NDA പ്രധാന താരപ്രചാരകരൊക്കെ, മോദി അല്ലാതെ അമിത്ഷാ അല്ലാതെ മറ്റാരെങ്കിലും? പ്രധാനമന്ത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും നിയമസഭയിലെ BJPയുടെ ഇത്തവണത്തെ പ്രചരണ പരിപാടികൾ നടക്കുന്നത്. A ക്ലാസ് മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പിക്കുക, അതാണ് BJPയുടെ ലക്ഷ്യം. ഇതിനുവേണ്ടി പ്രധാനമന്ത്രി തന്നെ കളത്തിലിറങ്ങുകയാണ്. പല ദിവസങ്ങളിലായി പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നുണ്ട്. അദ്ദേഹം നാളെ വൈകിട്ടാണ് പാലക്കാട്, തൃശ്ശൂർ ഇടങ്ങളിൽ വരുന്നത്. പൊതുസമ്മേളനങ്ങളില്ല, മറിച്ച് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള റോഡ് ഷോകളും റാലികളുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന് പുറമെ മറ്റിടങ്ങളിലും വരുന്നുണ്ട്. തിരുവനന്തപുരത്ത്, ഒപ്പം തന്നെ പാല അടക്കമുള്ള ഇടങ്ങളിലും പ്രധാനമന്ത്രിയുടെ സന്ദർശനമുണ്ടാകും. ഇത്തവണ പാല ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായി BJP കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു നീക്കമുണ്ടാവുന്നു. സമീപ മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥികളെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രചരണ പരിപാടികളാണ് അവിടെയും ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രിക്ക് പുറമെ അമിത്ഷാ അടക്കമുള്ള മറ്റ് നേതാക്കളുമുണ്ട്. സ്മൃതി ഇറാനി അടക്കമുള്ള ദേശീയ നേതാക്കൾ ഇന്ന് തന്നെ കേരളത്തിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ വിവിധയിടങ്ങളിൽ അവർ പര്യടന പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ദേശീയ നേതാക്കളുടെ ഒരു വലിയ നിര തന്നെയാണ് BJPക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട മുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. നരേന്ദ്രമോദി നാളെ എത്തുന്നതിന് പിന്നാലെ അദ്ദേഹം തുടർച്ചയായി മറ്റു ദിവസങ്ങളിലും കേരളത്തിലെ പര്യടന പരിപാടികളിൽ പങ്കെടുക്കും. കേരളം, തമിഴ്നാട് അടക്കമുള്ള ഇടങ്ങളിൽ ഒറ്റ ഷെഡ്യൂളിൽ തന്നെ പരിപാടികൾ നടത്താനാണ്, പ്രധാനമന്ത്രിയുടെ പരിപാടികൾ നടത്താനാണ് BJP ലക്ഷ്യമിട്ടിരിക്കുന്നത്. റൈറ്റ്. എന്നാലും പ്രധാനമന്ത്രി എത്തുന്നു, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തുന്നു. അങ്ങനെ വലിയ തോതിൽ പ്രചാരണ രംഗത്ത് കൂടുതൽ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് എത്തുകയാണ് NDAക്ക് വേണ്ടി.
കൊച്ചിയിലും വൈപ്പിനിലും ലത്തീൻ സഭയുടെ വോട്ട് ഉറപ്പാക്കാൻ കോൺഗ്രസ് നേതൃത്വം ഇടപെടും. കൊച്ചിയിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും വൈപ്പിനിൽ ടോണി ചമ്മണിയുമാണ് മത്സരിക്കുന്നത്. ലത്തീൻ സഭയ്ക്ക് വൻ മേധാവിത്വമുള്ള കൊച്ചിയിൽ പുറമേ നിന്നുള്ള സ്ഥാനാർത്ഥി വേണ്ട എന്ന നിലപാടാണ് കൊച്ചി രൂപത സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ വൈപ്പിനിൽ ലത്തീൻ സമുദായ അംഗമായിട്ടുള്ള ടോണി ചമ്മണിയെ നൽകിക്കൊണ്ട് ഇതിന് പരിഹാരം കാണാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമം. ഇത് കൊച്ചി രൂപതയും ലത്തീൻ സമുദായ നേതാക്കളെയും ബോധ്യപ്പെടുത്താനാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത്. ഇതിനുവേണ്ടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരിട്ട് സംസാരിക്കും എന്നാണ് സൂചന. മുഹമ്മദ് ഷിയാസിന്റെ പ്രചാരണത്തിനിടെ വോട്ട് കുത്തകയുടെ പേരിൽ ആരും വിലപേശേണ്ട എന്ന് VD സതീശൻ കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയത് വലിയ തോതിൽ ചർച്ചയായിരുന്നു, വിവാദമായിരുന്നു. വേങ്ങരയിലെ UDF സ്ഥാനാർത്ഥി KM ഷാജിയെ പരോക്ഷമായി വിമർശിച്ച് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് യോഗം. വേങ്ങരയിൽ KM ഷാജിക്കല്ല VD സതീശിനു വേണ്ടി വോട്ട് ചെയ്യണമെന്നാണ് ആ യോഗത്തിൽ ഉയർന്ന വാദം. ഷാജി നല്ലവനല്ലെങ്കിലും കോൺഗ്രസിനെ എപ്പോഴും അധിക്ഷേപിക്കുന്ന ആളാണെങ്കിലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യും. സതീശിനെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാകും ഈ വോട്ട് രേഖപ്പെടുത്തലെന്നും ആ ഗ്രൂപ്പ് യോഗത്തിൽ പറയുന്നു. വേങ്ങരയിൽ KM ഷാജിയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാണ്. ആ യോഗത്തിന്റെ ദൃശ്യങ്ങളും ശബ്ദവും കേൾക്കും. അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു, നമ്മളവരോട് പറഞ്ഞു ശരിയാണ്, ഞങ്ങളിവിടെ യോഗം ചെയ്യുന്നുണ്ട്, ഞങ്ങളിവിടെ ആ കാരണന്മാർ പുജാരം മാത്രമാണ് ഇരിക്കുക. അപ്പോൾ ഒരു 10-50-60 ആളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഷാജിക്ക് വോട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്ന് വോട്ട് ചെയ്തു, ഞങ്ങൾ സ്വാഗതം ചെയ്യണങ്ങളെ ഇവിടെ വോട്ട് ചെയ്തു. അവർ താല്പര്യമുണ്ടെങ്കിൽ മുമ്പ് വന്നോട്ടെ, നമുക്ക് ചെയ്തു കൊടുക്കാം. സന്തോഷത്തോടു കൂടി നമ്മളെ ചോദിക്കണം. പക്ഷേ ഷാജിന്റെ കൂടെ വേഗത കോൺഗ്രസ്സുകാർ എടുത്തിട്ടോ, മറ്റേ കോൺഗ്രസ് ലീഗുകാർ വന്നോട്ടെ. ഷാജി വന്ന് വോട്ട് ചെയ്യുകയാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ സന്തോഷത്തോടുകൂടി നമ്മൾ സ്വീകരിക്കും. ഷാജിക്ക് നമുക്ക് വോട്ട് ചെയ്യും. എന്തൊക്കെ പറഞ്ഞു ഇതൊക്കെ മനസ്സിലെ വികാരങ്ങൾ അങ്ങോട്ട് തട്ടുകയാണ്. മനസ്സിലെ വികാരങ്ങൾ അങ്ങനെ തട്ടുമ്പോൾ ഒരു പക്ഷേ ആ തട്ടിച്ച് കൂടുതലായിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മുടെ റബ്ബരല്ല, നമ്മുടെ സഭാവിൽ വോട്ട് ചെയ്യുന്നവരല്ല. നമ്മൾ ഷാജി നല്ലവനല്ലെങ്കിലും വർഗീയവാദിയാണെങ്കിലും കോൺഗ്രസിനെ എപ്പോഴും തെറി പറഞ്ഞവനാണെങ്കിലും ആ ഷാജിക്ക് നമ്മൾ വോട്ട് ചെയ്യുന്നു. എന്തിനെ നമ്മൾ വോട്ട് ചെയ്യുന്നത് ഷാജിക്കല്ല, ED സതീശനാണ്. രാഷ്ട്രീയത്തോട് മുഖം തിരിക്കുന്നവരാണ് യുവതലമുറയെന്ന് ആക്ഷേപിക്കുന്നവരുണ്ട്. എന്നാൽ നമ്മുടെ ജെൻസി കിഡ്സിനും കൃത്യമായുള്ള രാഷ്ട്രീയ ബോധ്യമുണ്ട്. ക്യാമ്പസ് രാഷ്ട്രീയം വേണമെന്ന് അവർ ആവർത്തിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. മീനച്ചൂടിനൊപ്പം കത്തിക്കയറുകയാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ആവേശവും. പ്രായമായവർക്കിടയിൽ മാത്രമല്ല, പഠനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ ക്യാമ്പസുകളിലും രാഷ്ട്രീയം സജീവ ചർച്ചാ വിഷയമായി, ചൂടേറിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. എന്നോടൊപ്പം എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന തലസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട കോളേജിലെ വിദ്യാർത്ഥികൾ ചേരുന്നു. കേരളത്തിലെ ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ എല്ലാ മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുകയാണ്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളോട് മുമ്പോട്ട് വെക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്താണ്? ആര് കയറിയാലും കേരളം നന്നായാൽ മതി, ഞങ്ങൾക്കിപ്പോൾ അതേ പറയാനുള്ളൂ. പിന്നെ മാറ്റം വേണ്ടത് എന്തിനാണ്? മാറ്റം ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സംഭവങ്ങൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ക്യാമ്പസിലായ പോലും ഈ ചില പല പല പ്രശ്നങ്ങൾ, അടികൾ ഉണ്ടാകുന്നുണ്ടല്ലോ, ചില ക്യാമ്പസ് രാഷ്ട്രീയം കൊണ്ടുണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടക്കാതിരിക്കാൻ വേണ്ടി പിന്നെ മുതിർന്ന കുറച്ച് ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യും, പാർട്ടിയുടെ പുറത്തുനിന്ന് തന്നെ വന്നു. അപ്പോൾ അവരൊക്കെ അതിനൊരു തടസ്സമായി, ക്യാമ്പസിന് പുറത്തുനിന്ന് അകത്തുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാതെ അത് ആ കോളേജിലെ കുട്ടികളുടെ ഇടയ്ക്ക് തന്നെ അത് സോൾവ് ആയി പോകുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനും. എത്രാം വർഷം പഠിക്കുന്നു നിങ്ങൾ? ഞാൻ സെക്കൻഡ് ഇയറാ. ഞങ്ങളിപ്പോ പല ഇയർ ഉണ്ട് ഇവിടെ, എന്നെക്കാട്ടി മുതിർന്ന കുറച്ച് ആൾക്കാരുണ്ട്. അല്ല, വർഷമല്ലല്ലോ, നിങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് പ്രധാനം. ഇതെന്താണ്, ഈ ക്യാമ്പസ് രാഷ്ട്രീയം വേണമെന്നാണോ വേണ്ടെന്നാണോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ് വേണമെന്ന് പറയുന്നത്? എല്ലാവർക്കും അവരെ ഒപ്പീനിയനും എല്ലാം പറയാൻ ഒരു അവസരം. പക്ഷെ അത് ഈ ഒരു അക്രമത്തിലേക്ക് പോകുമ്പോഴാണ് പലപ്പോഴും പരിധി വിടുന്നത്. അപ്പൊ ഈ രാഷ്ട്രീയം സജീവമായി നിങ്ങളുടെ അവിടെ ഉണ്ടോ? എങ്ങനെയാണ്?
സജീവമായുണ്ട്. എല്ലാവർക്കും ഒരേപോലെ അവസരങ്ങൾ അവരുടെ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ കിട്ടാറുമുണ്ട്. അവർ ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് കിട്ടും. അതായത് ഓരോ പാർട്ടിക്കാര് ഓരോ നമ്മുടെ കോളേജിന് വേണ്ടി പ്രവർത്തിക്കുന്ന അനുസരിച്ച് കിട്ടുന്നുണ്ട്. നമ്മളെ സ്റ്റുഡൻസിന്റെ കാര്യമൊക്കെ ആയാലും നമ്മള് KT യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ യൂണിവേഴ്സിറ്റിയിലോട്ട് നമ്മുടെ സ്റ്റുഡൻസിന്റെ പ്രോബ്ലംസ് എല്ലാം നമ്മളെ രാഷ്ട്രീയക്കാര് കോളേജിലുള്ളവരെ എത്തിക്കുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പം കോളേജ് ലെവലിലുള്ള പ്രവർത്തനമൊക്കെ നല്ല രീതിക്ക് ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനത് ചോദിക്കാൻ വന്നിട്ട് വിട്ടുപോയതാണ്. അതായത് 3 പാർട്ടികളും എത്ര യുവാക്കളെ അല്ലെങ്കിൽ ഒരു യൂത്ത് റെപ്രസെന്റേഷൻ സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ എത്രയുണ്ട് നിങ്ങൾ കണ്ടതാണ്. അതിൻ്റെ പേര് വലിയ നിവേദനങ്ങളൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ യൂത്തിന് മതിയായ ഒരു റെപ്രസെന്റേഷൻ സ്ഥാനാർത്ഥി പട്ടികയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൊടുത്തു എന്ന് തോന്നുന്നുണ്ടോ? എന്താണ് അങ്ങനെ തോന്നുന്നത്? ഇപ്പോൾ ഉള്ള നിലവിലുള്ളതെന്ന് പറഞ്ഞാൽ കൂടുതലും മുതിർന്ന ആൾക്കാരല്ലേ ഉള്ളത്. അപ്പോൾ യൂത്തിന് കുറച്ചുകൂടെ ഒരു പ്രയോറിറ്റി കൊടുത്താൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ നടക്കുന്നതായിട്ട് തോന്നാറുണ്ട്. വനിതകൾക്ക് പ്രാധാന്യം കിട്ടിയെന്ന് തോന്നുന്നു. വനിതകൾക്ക് നിയമസഭയിലായാലും കേരളത്തിലായാലും സീറ്റ് കുറവാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് വന്നാൽ കുറച്ചുകൂടെ തടയപ്പെടുന്നതിന്റെ കാരണം എന്തായിരിക്കും? സംസാരിക്കണം. ഇപ്പോ എനിക്കറിയത്തില്ല, പക്ഷെ പുരുഷ മേധാവിത്വം ആണല്ലോ കൂടുതലുള്ളത്. പുരുഷ മേധാവിത്വം അല്ല, കേരളത്തിൽ അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും എല്ലാം ഇപ്പം 3 മുന്നണികളുടെ എടുത്താലും പ്രധാനപ്പെട്ട 3 മുന്നണികളുടെ എടുത്താലും അവിടെ സ്ത്രീ പ്രാതിനിധ്യം അല്ലെ യുവ പ്രാതിനിധ്യം കുറവാണെന്നൊരു ആക്ഷേപം പൊതുവിൽ ഉയരുന്നുണ്ട്. അതിൽ പാർട്ടി വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു പുരുഷ മേധാവിത്വം ഉണ്ടോ? അങ്ങനെ മേധാവിത്വമല്ല, അത് അവർ തന്നെ മുന്നോട്ട് വരണ്ടേ. ഇപ്പം മുന്നോട്ട് വന്ന മെൻസ് ആയതുകൊണ്ടായിരിക്കും അവർക്ക് സീറ്റ് കൊടുത്തത്. ഇപ്പം വുമൺ മുന്നോട്ട് വരുന്നെങ്കിൽ അവർക്കും കൊടുക്കില്ലേ? അവർ സ്വയം മാറി എന്നിട്ട് നമ്മളെ കുറ്റം പറയുകയാണ്. അങ്ങനെയാണ്. എന്താ നിങ്ങൾക്ക് രാഷ്ട്രീയം താല്പര്യമാണോ? രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് അല്ലെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുക? അതോ ഇങ്ങനെ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് മുന്നേ വരെ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം വന്നപ്പോൾ കോളേജിലായാലും കഴിഞ്ഞ വർഷം യൂണിയനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ SFA കുറേ പ്രോഗ്രാംസ് ഒക്കെ നടത്തിയത്. അപ്പോൾ അത് കണ്ടപ്പം പാർട്ടിയിൽ കയറണമെന്ന് തോന്നി. കാരണം യൂണിയൻ ഇല്ല, ഒരു പാർട്ടിയാണ് കോളേജിൽ കുറേ പരിപാടികളൊക്കെ നടത്തിയത്. അപ്പോൾ അവരുടെ ആ ഒരു കോർഡിനേഷനും അവരുടെ ഒരു ടീം വർക്കും എല്ലാം കണ്ടപ്പോൾ ജസ്റ്റ് പാർട്ടി കയറണമെന്ന് തോന്നി. അപ്പോഴാണ് ഒരു ആ തോന്നൽ വന്നത്. പിന്നെ ഒരു എല്ലാം വേണം, ഇതൊന്നും രാഷ്ട്രീയം വേണം, പഠനത്തോടൊപ്പം രാഷ്ട്രീയം അതും നല്ലതല്ലേ. അപ്പോൾ അത്തരത്തിലാണ് വിദ്യാർത്ഥികൾ അവരുടെ ആശയങ്ങൾ പങ്കുവെക്കുന്നത്. ഏറ്റവും പ്രധാനം രാഷ്ട്രീയം അത് കൃത്യമായി വിദ്യാർത്ഥി കാലം മുതൽ തന്നെ എന്താണ് രാഷ്ട്രം, എന്താണ് രാഷ്ട്രീയം എന്ന ബോധ്യം യുവതലമുറയ്ക്ക് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നാളത്തെ ഭാവിയെ നിർണ്ണയിക്കുന്നത് ഈ യുവതലമുറയാണ്. അതുകൊണ്ട് അവർ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ദിശാസൂചകയായി കൂടി മാറുകയാണ്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട K. സുധാകരനെ അടിയന്തരമായി ഡൽഹിക്ക് വിളിപ്പിച്ച ഹൈക്കമാൻഡ്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും. താരപ്രചാരകരുടെ പട്ടികയിൽ സുധാകരനെ ഉൾപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഡൽഹിക്ക് വിളിപ്പിച്ചത്. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, ഈ വിളിപ്പിക്കൽ എന്തോ പ്രാധാന്യമുണ്ടല്ലോ, എന്താണ് സംഭവം? കഴിഞ്ഞ ദിവസം രാത്രി 10:30യോടെയാണ് K. സുധാകരന് ഇന്ന് രാവിലെ അടിയന്തരമായി ഡൽഹിയിലെത്താനുള്ള നിർദ്ദേശം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. അങ്ങനെയാണ് രാവിലെ 6 മണിക്ക് ശേഷമുള്ള കണ്ണൂർ ഫ്ലൈറ്റിൽ അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റിൽ അദ്ദേഹം ഡൽഹിയിലേക്ക് പുറപ്പെട്ടത്. കൃത്യമായി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം നേരത്തെ അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കും എന്നുള്ള വിവരങ്ങൾ നേരത്തെ നമ്മൾ തന്നെ പങ്കുവച്ചതാണ്. അതായത് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യമുണ്ടായപ്പോൾ അതിനോട് അദ്ദേഹം സ്വീകരിച്ച നിലപാട് അത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെ മുഴുവൻ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. അതിന് പിന്നാലെയാണ് അനുനയ നീക്കത്തിന്റെ ഭാഗമായി പ്രചാരണ സമിതിയുടെ അധ്യക്ഷനായ രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ഓഫർ മുമ്പോട്ട് വെച്ചത്. ആ ഓഫർ KPCCയുടെ അധ്യക്ഷ പദവി അദ്ദേഹത്തിന് തിരികെ നൽകാമെന്നുള്ളതായിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹം അതിന് കൃത്യമായൊരു മറുപടി നൽകിയിരുന്നില്ല. അതിനുശേഷമാണ് മല്ലികാർജ്ജുന ഖാർഗെ തന്നെ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചുകൊണ്ട് കൃത്യമായി ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ദേശീയ നേതൃത്വം നടത്തും, K. സുധാകരനെ കൃത്യമായൊരു പരിഗണന നേതൃതലത്തിൽ പാർട്ടി തലത്തിൽ ഉറപ്പാക്കുമെന്ന് വാക്കുകൊടുത്തത്. അതിനുശേഷം
ഡൽഹിയിലേക്ക് വിളിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അത് 25-ാം തീയതിക്ക് മുമ്പ് വിളിപ്പിക്കുമെന്ന സൂചനകളായിരുന്നു ആദ്യം പുറത്തു വന്നതെങ്കിൽ അത് 2 ദിവസം കൂടി വൈകി എന്നതാണ് എടുത്തു പറയേണ്ടത്. തുടർന്ന് ഇന്നലെ രാത്രി 10:30യോടെയാണ് ഇന്ന് രാവിലെ അടിയന്തരമായി ഡൽഹിയിൽ എത്താനുള്ള നിർദ്ദേശം നൽകിയത്. പാർലമെന്റിൽ ചില കാര്യങ്ങളുണ്ട്, ഔദ്യോഗികമായ ചില കാര്യങ്ങളുണ്ട് എന്ന് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് നൽകുന്ന വിശദീകരണം. പക്ഷേ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായും മറ്റ് ഹൈക്കമാൻഡ് പ്രതിനിധികളുമായും കെ സുധാകരൻ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ അനുനയ നീക്കത്തിന്റെ ഭാഗമായി താരപ്രചാരകരുടെ 40 പേരുടെ പട്ടികയിൽ ഇടം പിടിച്ച കെ സുധാകരൻ പാർട്ടിയുടെ നേതൃതലത്തിൽ നിർണായകമായ ഒരു പദവിയിലേക്ക് എത്തുന്നതിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹത്തെ അടിയന്തരമായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റൈറ്റ്. എന്നാലും കെ സുധാകരനെ ഇപ്പോൾ ഇതാ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നു. നിർണായകമായുള്ള ചർച്ചകൾ അവിടെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. BJPയുടെ റിജി ആർ രാഘവനും മത്സര രംഗത്തുണ്ട്. എക്കാലവും മുസ്ലിം ലീഗിനൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ് തിരൂരങ്ങാടി. ചരിത്രകാലം മുതൽ ഇവിടെ UDF മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. പല തെരഞ്ഞെടുപ്പുകളിലും സ്വതന്ത്ര പരീക്ഷണം നടത്തി ഇടതുപക്ഷം വിജയത്തിന് തൊട്ടടുത്തുവരെ എത്തിയെങ്കിലും ജയം UDFനൊപ്പം തന്നെ നിന്നു. ഔക്കാദർകുട്ടി നഹ പോലെയുള്ള മുതിർന്ന നേതാക്കൾ മത്സരിച്ച ഏറ്റവും അവസാനം KPA മജീദിൽ എത്തി നിൽക്കുന്ന മണ്ഡല ചരിത്രമാണ് ലീഗ് MLA-മാരുടെ. എന്നാൽ ഇത്തവണ ഇവിടെ മുസ്ലിം ലീഗിനായി മത്സരിക്കുന്നത് നവാഗതനായ ഒരു സ്ഥാനാർത്ഥിയാണ്, PMA സമീർ. അദ്ദേഹം ലീഗിൻ്റെ പല തലങ്ങളിലും പ്രവർത്തിച്ച് പരിചയമുണ്ട്. കമ്പനി പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കൂടിയാണ് അദ്ദേഹം. അതിനപ്പുറം മാറുന്ന കാലത്തിനനുസരിച്ച് ലീഗിനെ മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന നേതാവ് കൂടിയാണ് PMA സമീർ. PMA സമീറിൻ്റെ സ്ഥാനാർത്ഥിത്വം ചൊല്ലി ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം വളരെ വേഗത്തിൽ പരിഹരിക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ചു. CPIയുടെ മുതിർന്ന നേതാവായ അജിത് കൊളാടിയാണ് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാകുന്നത്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പിന്നീട് നിയാസ് പുളിക്കലകത്തിന് വഴിമാറിക്കൊടുത്തൊരു ചരിത്രം കൂടിയുണ്ട് അദ്ദേഹത്തിന്. റിജു സി രാഘവാണ് ഇവിടെ NDAയുടെ സ്ഥാനാർത്ഥിയായി കളത്തിലുള്ളത്. സ്ഥാനാർത്ഥിത്വം ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ തിരൂരങ്ങാടിയിലാകുമെന്നുള്ളത് സർപ്രൈസ് ആയിരുന്നു. തീർച്ചയായും തിരൂരങ്ങാടി സർപ്രൈസ് തന്നെയാണ്. എങ്ങനെയാണ് ഈ ഒരു മണ്ഡലത്തിലേക്കുള്ള വരവിനെ കാണുന്നത്? ഒട്ടേറെ മഹാരാജന്മാർ മത്സരിച്ച മണ്ഡലമാണല്ലോ. വലിയ ഹൈ പ്രൊഫൈൽ മണ്ഡലമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച അന്ന് രാത്രി മുതൽ ഞാൻ ഈ മണ്ഡലത്തിലുണ്ട്. വളരെ നല്ല രീതിയിലാണ് മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എന്നെ വെൽക്കം ചെയ്തത്. ആദ്യഘട്ട പ്രചരണ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇൻഡിവിജ്വൽ മീറ്റിങ്സുകളും എല്ലാം കഴിഞ്ഞു. കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം UDFൻ്റെ സംവിധാനവും പൊതുജനങ്ങളും ഒരുമിച്ച് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. സംസ്ഥാനത്തെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പ്രൊഫഷണലായി മത്സരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് അങ്ങയുടെയാണ്. കാരണം ഒരു പ്രൊഫഷണൽ രംഗത്തുകൂടിയുള്ള ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ ഈ പ്രൊഫഷണലിസവും ഈ പൊളിറ്റിക്സിൽ വരുമ്പോഴുള്ള മാറ്റം എങ്ങനെയാണ് കാണുന്നത്? യഥാർത്ഥത്തിൽ ഏത് പ്രൊഫഷണൽ ആണെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാൻ കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു പ്രൊഫഷണലിൻ്റെ ഡ്യൂട്ടി. ഒരു മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തിൽ വികസനം ഉണ്ടാവും. തിരൂരങ്ങാടി മണ്ഡലത്തിൻ്റെ വികസനത്തിന് ഓൾറെഡി ഇവിടെയുള്ള നമ്മുടെ മുമ്പേ വന്ന ജനപ്രതിനിധികളും UDF നേതൃത്വത്തിനും പൊതുജനങ്ങൾക്കൊക്കെ കാഴ്ചപ്പാടുണ്ട്. അവരുടെ സ്വപ്നങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ഒരു വിഷൻ ഉണ്ടാക്കി അതിലേക്ക് പോവാൻ എൻ്റെ പ്രൊഫഷൻ ഇത് കുറച്ചുകൂടി എനിക്ക് സഹായകരമാകുന്നുണ്ട്. എങ്ങനെയാണ് കന്നിയംഗത്തിലെ പ്രതീക്ഷകൾ, ഭൂരിപക്ഷ പ്രതീക്ഷകൾ? ഇവിടുന്ന് കിട്ടുന്ന പൊതുജനങ്ങളിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ്, സംഘടനാ സംവിധാനത്തിൻ്റെ ഒരു കോൺഫിഡൻസ് ഒക്കെ വെച്ച് മെജോറിറ്റി മൾട്ടിപ്പിൾ ചെയ്യും. ഒറ്റ കാര്യം കൂടി ചോദിക്കാം. ഇപ്പോൾ പ്രധാനമായിട്ടും അങ്ങൊരു പ്രൊഫഷണൽ രംഗത്ത് വരുന്നതുകൊണ്ട് പാർട്ടിയുമായിട്ട് വലിയ ബന്ധം, നേരിട്ട് പ്രവർത്തിച്ച് പരിചയമില്ല എന്നുള്ള അലിഗേഷൻസ് പലരും ഉന്നയിക്കുന്നുണ്ട്. അതിനൊരു മറുപടി കൂടി പറഞ്ഞു. ഇല്ല, പാർട്ടിയുടെ പ്രവർത്തകരിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു അവസരമാണ് ഈ പറയുന്ന സ്ഥാനാർത്ഥിത്വം. അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർ നമ്മളെ ചേർത്ത് പിടിച്ച് അവരുടെ ഒരു കാൻഡിഡേറ്റ് എന്നുള്ള നിലയ്ക്ക് പിന്നെ അവർ കാൻഡിഡേറ്റ് ആയിട്ട് അവർ ഇലക്ഷൻ വർക്കിലേക്ക് ഇറങ്ങുന്നതാണ്. നല്ല രീതിയിലേക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏറ്റവും അഭിമാനകരമായി തോന്നുന്നു എനിക്ക് വയനാട്ടിലെ പ്രൊജക്ടിന് വേണ്ടിയുള്ള അങ്ങയുടെ നീക്കങ്ങളായിരുന്നു. വയനാട് പ്രോജക്റ്റ് പാർട്ടിയുടെ ഒരു റെക്കോർഡ് പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിൻ്റെ ആശയം, ആദ്യഘട്ടത്തിലുള്ള ക്രൗഡ് ഫണ്ടിങ് അച്ചീവ്മെൻറ്റ്, പിന്നീട് ആ പ്രോജക്റ്റിൻ്റെ ഒരു മാസ്റ്റർ പ്ലാന്, അത് കൃത്യസമയത്ത് തങ്ങൾ തീരുമാനിച്ച സമയത്ത് തന്നെ കൊടുക്കാൻ സാധിച്ചത് ആ ഒരു കോർഡിനേഷൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നാണെങ്കിലും വലിയ പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് നന്നായിട്ട്
ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ക്രിയാത്മക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ്, സർഗാത്മകതയുടെ പ്രതീകങ്ങളാണ്. അപ്പോൾ ഇച്ഛാശക്തിയും ആത്മധൈര്യവും നിശ്ചയദാർഢ്യവും മുതലെടുത്ത് കൊടുക്കുന്ന സഖാവ് പിണറായി വിജയൻ പറയുന്നത് നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം. തിരൂരങ്ങാടിയുടെ മണ്ണ് വളരെ മതേതരത്വത്തിൻ്റെ മണ്ണാണ്. ചരിത്രപ്രസിദ്ധമായിട്ടൊരു ഭൂമികയാണ് തിരൂരങ്ങാടി. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാട്ടം നടത്തിയിട്ട് സാമ്രാജ്യത്വത്തിൻ്റെ അധിനിവേശത്തിനെതിരായിട്ടുള്ള പാരമ്പര്യമുള്ള മണ്ണ്. ആ ഒരു പാരമ്പര്യവും പൈതൃകവും ചരിത്രബോധവും തിരൂരങ്ങാടിയിൽ എപ്പോഴും. അലി മുസ്ലിയാർ കിഴക്കേങ്ങാടിയിൽ ദറസ് നടത്തിയ പള്ളി ഇപ്പോഴും ഉണ്ടാവും. അതിൻ്റെയൊക്കെ ചരിത്ര സ്മരണകളുള്ള മണ്ണിൽ ജനജീവിതം മുന്നോട്ട് ചലിക്കണം. സാമ്രാജ്യത്വത്തിനെതിരായുള്ള പോരാട്ട ഭൂമിയിൽ ആ അവബോധമുണ്ട്, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവബോധമുണ്ട്. അതൊക്കെ നമ്മൾ സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാറ്റമുണ്ടാക്കാൻ പറ്റുന്നൊരു മണ്ണാണിത്. ഇത് മാറാത്തൊരു മണ്ഡലമല്ല, മാറ്റമുണ്ടായേ പറ്റൂ. അതിന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കഴിഞ്ഞ എത്രയോ ദശകങ്ങളായി ഇവിടെ മുഖ്യമന്ത്രിയെ സംഭാവന ചെയ്ത മണ്ണാണ്, ഉപമുഖ്യമന്ത്രിയെ സംഭാവന ചെയ്തിട്ടുണ്ട്, വിദ്യാഭ്യാസ മന്ത്രിയെ സംഭാവന ചെയ്തിട്ടുണ്ട്. എന്ത് വികസനമാണ് തിരൂരങ്ങാടിയിൽ ഉണ്ടായിട്ടുള്ള അവരുടെയൊക്കെ ഭരണകാലഘട്ടത്തിൽ. ഇവിടെ ഒരു താലൂക്ക് ആശുപത്രി ഉണ്ട്, അതിന് ജില്ലാതല ആശുപത്രിയാക്കാമായിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ചെമ്മാട് ടൗണിലെ ബ്ലോക്കാണ്. അത് ഗതാഗതക്കുരുക്ക് അതിഭീകരമായ ദുരന്തം വരുത്തി വയ്ക്കുന്നത്. എത്രയോ നേരം ആ ബ്ലോക്കിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുന്നു. അതിനേക്കാൾ ഉപരി മനോഹരമായ ഭൂപ്രദേശമുള്ള മണ്ണാണ് തിരൂരങ്ങാടി. സമ്മർ ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് ഇന്ന്. ടിക്കറ്റുകൾക്ക് റെക്കോർഡ് വിൽപ്പനയാണ് നടന്നത്. 42 ലക്ഷം ടിക്കറ്റുകൾ അച്ചടിച്ചതിൽ 41,73,400 ടിക്കറ്റുകൾ വിറ്റുപോയി. ഉച്ചയ്ക്ക് 2 മണിക്ക് ഗോർക്കി ഭവനിലാണ് നറുക്കെടുപ്പ് നടക്കുന്നത്. ഒന്നാം സമ്മാനം 10 കോടി രൂപയാണ് ഡാൻ കുര്യൻ നൽകുന്നത്. കഴിഞ്ഞ തവണ 36 ലക്ഷം ടിക്കറ്റുകളായിരുന്നു ആകെ വിറ്റതെങ്കിൽ ഇത്തവണ ആകെ അച്ചടിച്ചതെങ്കിൽ ഇത്തവണ അത് 42 ലക്ഷമായി ഉയർന്നിരുന്നു. 250 രൂപയുടെ 42 ലക്ഷം ടിക്കറ്റുകളാണ് ലോട്ടറി വകുപ്പ് ഇത്തവണ അച്ചടിച്ചത്. അതിൽ ഇന്നലെ പുറത്തിറങ്ങിയ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരമാണ് 41,73,410 ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞിരിക്കുന്നു എന്ന കണക്കുകൾ കൂടി പുറത്തു വരുന്നത്. വലിയ പ്രതീക്ഷയിലാണ് ലോട്ടറി ജീവനക്കാർ, അതോടൊപ്പം തന്നെ ലോട്ടറി വ്യാപാരികളൊക്കെ. കാരണം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ഈ സമ്മർ ബമ്പറിനെ എന്ന് ഈ കണക്കുകൾ തന്നെ വ്യക്തമാക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് കിഴക്കേക്കോട്ടയിലാണ്. കിഴക്കേക്കോട്ടയിലെ ഒരു പ്രധാനപ്പെട്ട ലോട്ടറി വിൽപ്പന സ്ഥാപനത്തിലാണ്. എന്താ പേര്? സുനിൽകുമാർ. എങ്ങനെയുണ്ട് ഈ സമ്മർ ബമ്പറിന്റെ കച്ചവടം ഇപ്പോൾ? കഴിഞ്ഞ തവണത്തെക്കാളും വിൽപ്പനയുണ്ട്. ഈ ഒന്നാം സമ്മാനമാണ് 10 കോടി. രണ്ടാം സമ്മാനം എത്രയാണ്? രണ്ടാം സമ്മാനം 1 കോടി എല്ലാ സീരീസിനുണ്ട്. പിന്നെ 5 ലക്ഷം മൂന്നാം സമ്മാനമുണ്ട്. 4ാം സമ്മാനം 1 ലക്ഷം. ഇത്രയും ടിക്കറ്റേ ഉള്ളൂ മിച്ചം? ഈ ഇരിക്കുന്നേ ഉള്ളൂ? എത്രയേ ഉള്ളൂ? അതും തീരും, ഉച്ചയ്ക്ക് മുമ്പ് തീരുമാനിക്കും. പിന്നെ ഈ ബമ്പർ കുറച്ചുകൂടെ ഒരു ജനകീയമാകുകയാണ് അല്ലേ? എല്ലാവരും എടുക്കുന്നുണ്ട്. അതായത് വില പ്രശ്നമല്ലേ? വില പ്രശ്നം നോക്കാറില്ല. നിങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാ ടിക്കറ്റും എല്ലാവരും നോക്കുന്നു. ഒന്നാം സമ്മാനം ലഭിക്കാനാണ് എല്ലാവരും നോക്കുന്നത്. അപ്പൊ ഓക്കെ, അതാണ്. അതായത് ഇനി ഏതാനും ടിക്കറ്റുകൾ കൂടി മാത്രമാണ് ഇവിടെ മിച്ചം. രാവിലെ തന്നെ ഈ പറഞ്ഞു കേട്ട് ഇന്നാണ് ഈ നറുക്കെടുപ്പെന്ന് അറിഞ്ഞ് ടിക്കറ്റ് എടുക്കാനായി വരുന്ന ആളുകളുണ്ട്. സമീപത്തെ കടകളിലുമൊക്കെ അത്തരത്തിലുള്ള തിരക്കുകളുണ്ട്. കാരണം ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഗോർക്കി ഭവനിലെ നറുക്കെടുപ്പ് വേദിയിൽ വെച്ച് ഈ നറുക്കെടുപ്പ് നടക്കുക. സാധാരണയായി ബമ്പർ നറുക്കെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളടക്കം വലിയ തിരക്കൊക്കെ ഉണ്ടാകാറുള്ളതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ അത്തരം ഔദ്യോഗികമായ ചടങ്ങുകളൊന്നും കാണില്ല. നേരെ തന്നെ ഈ നറുക്കെടുപ്പിലേക്ക് പോവുകയായിരിക്കും. അതുവരെ വിൽപ്പന നടക്കും. അവസാന ടിക്കറ്റുകൾ വാങ്ങുന്നതിന് വേണ്ടി രാവിലെ തന്നെ ഈ ലോട്ടറി വ്യാപാര സ്ഥാപനങ്ങളിൽ ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ആളുകൾ അടക്കം എത്തിച്ചേരുന്നു എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതാണ് നമ്മൾ എടുത്തു കാണേണ്ടത്. സംസ്ഥാനത്തെ സമ്മർ ബമ്പറി ലോട്ടറിക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ആവശ്യക്കാരായി ഉണ്ട് എന്നതാണ് പ്രത്യേകത. എല്ലാ സ്ഥലങ്ങളും, പ്രത്യേകിച്ച് അതിർത്തി ജില്ലകളിലൊക്കെ അത് സാധാരണ കാഴ്ചയാണ്. കാരണം അത്രമാത്രം ഒരു വിശ്വാസ്യത കേരള ബമ്പർ ലോട്ടറിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ അതിന്റെ വിൽപ്പന റെക്കോർഡിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും കാത്തിരിക്കുകയാണ് കേരളം. ആരാണ് സമ്മർ ബമ്പർ ഭാഗ്യശാലി എന്നറിയാൻ. ഡാൻ കുര്യൻ, എന്തായാലും നമുക്ക് ഇന്നറിയാം ആരാണ് ആ ബമ്പർ വിജയി എന്നുള്ളത്. 9 വാർത്തയുടെ സമയം പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ടെൻസിൽ TG സജിത്ത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.